സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ചെറുപ്പത്തിൽ നന്ദരാജവംശത്തിനെതിരെ പോരാടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ചാണക്യൻ ചന്ദ്രഗുപ്തനെ കൂട്ടി ഒരു വനത്തിലേക്ക് പോയി. അവിടെ വെച്ച് ചാണക്യൻ ഒരു സംഭവം ചന്ദ്രഗുപ്തനെ കാണിച്ചു. ഒരു സ്ത്രീ തന്റെ കുട്ടിക്ക് ചുട്ടപ്പം കൊടുക്കുകയായിരുന്നു. കുട്ടി അപ്പത്തിന്റെ നടുവിൽ നിന്ന് കടിച്ചു തിന്നാൻ തുടങ്ങി. അപ്പോൾ അമ്മ കുട്ടിയോട് പറഞ്ഞു, "നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം നടുവിൽ നിന്ന് കടിച്ചാൽ പെട്ടെന്ന് തീരില്ലേ? അതിന്റെ വശങ്ങളിൽ നിന്ന് കടിച്ചു തിന്നാൽ കൂടുതൽ നേരം കിട്ടുമല്ലോ." ഇത് കേട്ട് ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, "ഈ അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നമ്മൾ നേരത്തെ നന്ദസാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗമായ തലസ്ഥാനത്തെ ആക്രമിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. ഇനി നമ്മൾ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ചെറുപട്ടണങ്ങളെ ആക്രമിച്ചു തുടങ്ങണം. അങ്ങനെ സാമ്രാജ്യത്തിന്റെ ശക്തി കുറച്ചുകൊണ്ടുവരണം. അതിനുശേഷം നമുക്ക് തലസ്ഥാനം ആക്രമിക്കാം." ചാണക്യന്റെ ഈ ഉപദേശം ചന്ദ്രഗുപ്തന് പുതിയൊരു തന്ത്രം പഠിപ്പിച്ചു. പിന്നീട് ചാണക്യന്റെ നേതൃത്വത്തിൽ ചന്ദ്രഗുപ്തൻ അതിർത്തിയിലുള്ള പ്രദേശങ്ങളെ ആക്രമിച്ചു കീഴടക്കി. ക്രമേണ നന്ദസാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു. ഒടുവിൽ ചന്ദ്രഗുപ്തൻ ശക്തമായ സൈന്യവുമായി തലസ്ഥാനം ആക്രമിക്കുകയും നന്ദരാജവംശത്തെ തോൽപ്പിച്ച് മൗര്യസാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഈ കഥയിലൂടെ ചാണക്യൻ ഒരു വലിയ സാമ്രാജ്യത്തെ എങ്ങനെ തന്ത്രപരമായി കീഴടക്കാമെന്ന് പഠിപ്പിക്കുന്നു. നേരിട്ടുള്ള ആക്രമണത്തേക്കാൾ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയം നേടാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ചെറിയ കാര്യങ്ങളിൽ നിന്നുപോലും വലിയ തത്വങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.